Rajini has three necklaces and three pairs of earrings of green, blue, and red stones. In what all different ways can she wear them? What is the probability of her wearing the necklace and earrings of the same color or different color? അതായത് രജനിക്ക് ഗ്രീൻ, ബ്ലൂ, റെഡ് സ്റ്റോൺസ് ഉള്ള 3 നെക്ലസസും അതേപോലെ 3 ഇയറിങ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവ ഏതൊക്കെ തരത്തിൽ രജനിക്ക് ധരിക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരേ കളറിലുള്ള നെക്ലസും ഇയറിങ്സും ഇടാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള നെക്ലസസും ഇയറിങ്സും ഇടാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നും ചോദിച്ചിട്ടുണ്ട്. നെക്ലസസ് 3 കളേഴ്സിലാണുള്ളത്, ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ്. അതേപോലെ ഇയറിങ്സും ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് കളേഴ്സിലാണുള്ളത്. സോ രജനിക്ക് ഗ്രീൻ നെക്ലസും ഗ്രീൻ ഇയറിങ്സും ഇടാം. അതേപോലെ ഗ്രീൻ നെക്ലസും ബ്ലൂ ഇയറിങ്സും ഇടാം. അതേപോലെ ഗ്രീൻ നെക്ലസും റെഡ് ഇയറിങ്സും ഇടാം. അതേപോലെ മറ്റ് പോസിബിൾ വേസ് ആണ് ബ്ലൂ നെക്ലസ് ആൻഡ് ഗ്രീൻ ഇയറിങ്സ്, ബ്ലൂ നെക്ലസ് ആൻഡ് ബ്ലൂ ഇയറിങ്സ്, ബ്ലൂ നെക്ലസ് ആൻഡ് റെഡ് ഇയറിങ്സ്, റെഡ് നെക്ലസ് ആൻഡ് ഗ്രീൻ ഇയറിങ്സ്, റെഡ് നെക്ലസ് ആൻഡ് ബ്ലൂ ഇയറിങ്സ്, red necklace and red earrings. So total number of possible ways to wear them is 9. ഒരേ കളറിലുള്ള നെക്ലസും ഇയറിങ്സും ധരിക്കാനുള്ള പോസിബിൾ വേസ് എന്ന് പറയുന്നത് ഗ്രീൻ നെക്ലസ് ആൻഡ് ഗ്രീൻ ഇയറിങ്സ്, ബ്ലൂ നെക്ലസ് ആൻഡ് ബ്ലൂ ഇയറിങ്സ്, റെഡ് നെക്ലസ് ആൻഡ് റെഡ് ഇയറിങ്സ്. സോ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് നെക്ലസ് ആൻഡ് ഇയറിങ്സ് ഓഫ് സെയിം കളർ ഈസ് 3. So probability of wearing necklace and earrings of same color is equal to number of ways of wearing necklace and earrings of same color divided by total number of possible ways, that is 3/9. 9 നമുക്ക് 3 into 3 എന്ന് എഴുതാം. 3യും 3യും ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് 1/3. ഇനി ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള നെക്ലസും ഇയറിങ്സും ഇടാനുള്ള പോസിബിൾ വേസ് എന്ന് പറയുന്നത് ഗ്രീൻ നെക്ലസ് ആൻഡ് ബ്ലൂ ഇയറിംഗ്, ഗ്രീൻ നെക്ലസ് ആൻഡ് റെഡ് ഇയറിംഗ്, ബ്ലൂ നെക്ലസ് ആൻഡ് റെഡ് ഇയറിങ്സ്, ബ്ലൂ നെക്ലസ് ആൻഡ് ഗ്രീൻ ഇയറിങ്സ്, റെഡ് നെക്ലസ് ആൻഡ് ഗ്രീൻ ഇയറിങ്സ്, റെഡ് നെക്ലസ് ആൻഡ് ബ്ലൂ ഇയറിങ്സ്. സോ നമ്പർ ഓഫ് വേസ് ഓഫ് വിയറിംഗ് നെക്ലസ് ആൻഡ് ഇയറിങ്സ് ഓഫ് ഡിഫറെൻറ്റ് കളർ ഈസ് 6. So probability of wearing necklace and earrings of different color is number of ways of wearing necklace and earrings of different color divided by total number of possible ways, that is 6/9. 6നെ നമുക്ക് 3 into 2 എന്ന് എഴുതാം, 9നെ 3 into 3 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 3 ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് 2/3. A box contains 4 slips numbered 1, 2, 3, 4 and another box contains 2 slips numbered 1, 2. If one slip is taken from each, what is the probability of the sum of number being odd? What is the probability of the sum being even? അതായത് ഒരു ബോക്സിൽ 1, 2, 3, 4 എന്ന് എഴുതിയിട്ടുള്ള 4 സ്ലിപ്സ് ഉണ്ട്. മറ്റൊരു ബോക്സിൽ 1, 2 എന്ന് എഴുതിയിട്ടുള്ള 2 സ്ലിപ്സുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്സ് വീതം എടുക്കുകയാണെങ്കിൽ ആ സ്ലിപ്സിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അത് ഓഡ് നമ്പർ ആവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂടാതെ ഈ 2 സ്ലിപ്സിലെയും നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതൊരു ഈവൻ നമ്പർ ആവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നും ചോദിച്ചിട്ടുണ്ട്. ബോക്സ് 1ലെ നമ്പേഴ്സ് 1, 2, 3, 4 ആണ്. ബോക്സ് 2ലെ നമ്പേഴ്സ് 1, 2 ആണ്. ബോക്സ് 1ൽ നിന്നും 1 എഴുതിയ സ്ലിപ്പും ബോക്സ് 2വിലും 1 എന്ന് എഴുതിയ സ്ലിപ്പും എടുക്കുമ്പോൾ പോസിബിൾ സം എന്ന് പറയുന്നത് 1 + 1, ദാറ്റ് ഈസ് 2. ബോക്സ് 1ൽ നിന്നും 1 എന്ന സ്ലിപ്പും ബോക്സ് 2വിൽ നിന്നും 2 എന്ന സ്ലിപ്പും എടുക്കുമ്പോൾ പോസിബിൾ സം എന്ന് പറയുന്നത് 1 + 2, ദാറ്റ് ഈസ് 3. ബോക്സ് 1ൽ നിന്നും 2 എന്ന സ്ലിപ്പും ബോക്സ് 2വിൽ നിന്നും 1 എന്ന സ്ലിപ്പും എടുക്കുമ്പോൾ പോസിബിൾ സം എന്ന് പറയുന്നത് 2 + 1, ദാറ്റ് ഈസ് 3. അങ്ങനെ മറ്റു പോസിബിൾ സംസ് വരുന്നത് 2 + 2 4, 3 + 1 = 4, 3 + 2 = 5, 4 + 1 = 5, 4 + 2 = 6. So total number of possible sums is 8.
ഇതിലെ ഓഡായിട്ടുള്ള സംസ് എന്ന് പറയുന്നത് 3, 3, 5, 5. സോ നമ്പർ ഓഫ് ഓഡ് സംസ് ഈസ് ഈക്വൽ ടു 4. So probability of sum of numbers being odd is equal to number of sum of numbers being odd divided by total number of possible sums, that is 4/8. 8 നമുക്ക് 4 into 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 4 ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് 1/2. ഇതിലെ ഈവൻ ആയിട്ടുള്ള സംസ് എന്ന് പറയുന്നത് 2, 4, 4, 6 ആണ്. സോ നമ്പർ ഓഫ് സംസ് being even is equal to 4. So probability of sum being even is equal to number of sum being even divided by total number of possible sums, that is 4/8. 8നെ നമുക്ക് 4 into 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 4 ക്യാൻസൽ ചെയ്യാം, that is 1/2. A box contains 4 slips numbered 1, 2, 3, 4 and another contains 3 slips numbered 1, 2, 3. If one slip is taken from each, what is the probability of the product being odd? The probability of the product being even. അതായത് ഒരു ബോക്സിൽ 1, 2, 3, 4 എഴുതിയിട്ടുള്ള 4 സ്ലിപ്സ് ഉണ്ട്, മറ്റൊരു ബോക്സിൽ 1, 2, 3 എഴുതിയിട്ടുള്ള 3 സ്ലിപ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്സ് വീതം എടുക്കുകയാണെങ്കിൽ ആ 2 സ്ലിപ്സിലെയും നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഓഡാവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ആ പ്രോഡക്റ്റ് ഈവൻ ആവാനുള്ള ചാൻസും എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ബോക്സ് 1ലെ നമ്പേഴ്സ് 1, 2, 3, 4 ആണ്. ബോക്സ് 2ലെ നമ്പേഴ്സ് 1, 2, 3 ആണ്. ബോക്സ് 1ൽ നിന്നും 1 എന്ന സ്ലിപ്പും ബോക്സ് 2ലെ 1 എന്ന സ്ലിപ്പും എടുക്കുമ്പോൾ പോസിബിൾ പ്രൊഡക്റ്റ് 1 into 1, ദാറ്റ് ഈസ് 1. ബോക്സ് 1ൽ നിന്നും 1 എന്ന സ്ലിപ്പും ബോക്സ് 2ലെ 2 എന്ന സ്ലിപ്പും എടുക്കുമ്പോൾ പോസിബിൾ പ്രൊഡക്റ്റ് 1 into 2, ദാറ്റ് ഈസ് 2. അങ്ങനെ മറ്റു പോസിബിൾ പ്രൊഡക്ട്സ് 1 into 3 is equal to 3, 2 into 1 is equal to 2, 2 into 2 is equal to 4, 2 into 3 is equal to 6, 3 into 1 is equal to 3, 3 into 2 is equal to 6, 3 into 3 is equal to 9, 4 into 1 is equal to 4, 4 into 2 is equal to 8, 4 into 3 is equal to 12. So total number of possible products are 12. ഇവയിലെ ഓഡായിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് 1, 3, 3 and 9 ആണ്. സോ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ബീയിങ് ഓഡ് ഈസ് ഈക്വൽ ടു 4. സോ പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ബീയിങ് ഓഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോഡക്ട്സ് ബീയിങ് ഓഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പ്രോഡക്ട്സ്, ദാറ്റ് ഈസ് 4/12. 12നെ നമുക്ക് 4 into 3 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 2 4s ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് 1/3. ഇവയിലെ ഈവൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് 2, 2, 4, 6, 6, 4, 8, 12. സോ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ബീയിങ് ഈവൻ ഈസ് ഈക്വൽ ടു 8. സോ probability of products being even is equal to number of products being even divided by total number of possible products, that is 8/12. 8നെ നമുക്ക് 4 into 2 എന്ന് എഴുതാം. 12നെ 4 into 3 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 4 ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് 2/3. From all 2-digit numbers with either digit 1, 2 or 3, one number is chosen. First question, what is the probability of both digits being the same? അതായത് 1, 2, 3 കൊണ്ടുള്ള എല്ലാ 2-digit നമ്പേഴ്സും എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ ആ നമ്പറിലെ 2 ഡിജിറ്റ്സും ഒരേ നമ്പർ ആവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് 11, 12, 13, 21, 22, 23, 31, 32, 33 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് വിത്ത് either digits 1, 2 or 3 is equal to 9. ഇതിലെ ഒരേ ഡിജിറ്റ്സ് ഉള്ള 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് 11, 22, 33 ആണ്.
So number of numbers with both digits being the same is equal to 3. So probability of both digits being the same number is equal to number of numbers with both digits being the same divided by total number of two-digit numbers with digits either 1, 2 or 3, that is 3/9. 9നെ നമുക്ക് 3 × 3 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 3 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 1/3. Second question, what is the probability of the sum of the digits being 4? അതായത് 1, 2, 3 കൊണ്ടുണ്ടാക്കാൻ പറ്റിയ എല്ലാ 2-digit നമ്പേഴ്സും എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ ആ നമ്പറിലെ 2 ഡിജിറ്റ്സിൻ്റെയും സമ്മ് 4 ആവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ പോസിബിൾ സമ്സ് ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 11 എടുക്കുകയാണെങ്കിൽ 11ൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് 1 + 1 ഈസ് ഇക്വൽ ടു 2. 12 എടുക്കുകയാണെങ്കിൽ 12ൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് 1 + 2 ദാറ്റ് ഈസ് 3. അങ്ങനെ മറ്റ് പോസിബിൾ സമ്സ് ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഫോർ 13 ഇറ്റ് ഈസ് 1 + 3 ദാറ്റ് ഈസ് 4. ഫോർ 21 ഇറ്റ് ഈസ് 2 + 1 ദാറ്റ് ഈസ് 3. ഫോർ 22 ഇറ്റ് ഈസ് 2 + 2 that is 4. For 23 it is 2 + 3 that is 5. For 31 3 + 1 is equal to 4. For 32 3 + 2 is equal to 5. For 33 3 + 3 is equal to 6. So total number of possible sums is equal to 9. Number of sums being 4 is equal to 1, 2, 3 that is 3. So probability of sum of digits being 4 is equal to number of sums of digits being 4 divided by total number of possible sums, that is 3/9. 9നെ നമുക്ക് 3 × 3 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 3 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 1/3. A game for 2 players. First, each has to decide whether he wants odd number or even number. Then both raises some fingers on one hand. If the sum is odd, the one who chooses odd at the beginning wins. If it is even, the one who chooses even wins. In this game, which is the better choice at the beginning, odd or even? അതായത് 2 പേര് കളിക്കുന്ന ഒരു ഗെയിമാണ്. കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ ഓഡ് എന്നും ഒരാൾ ഈവൻ എന്നും ചൂസ് ചെയ്യണം. എന്നിട്ട് 2 പേരും ഒരു കയ്യിലെ കുറച്ച് വിരലുകൾ വീതം ഉയർത്തണം. 2 പേരും ഉയർത്തിയ വിരലുകളുടെ എണ്ണം ആഡ് ചെയ്യുമ്പോൾ അത് ഓഡാണ് കിട്ടുന്നതെങ്കിൽ ഓഡ് സെലക്ട് ചെയ്ത ആൾ ജയിക്കും. അത് ഈവൻ ആണെങ്കിൽ ഈവൻ സെലക്ട് ചെയ്ത ആൾ ജയിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കളിയുടെ ആദ്യം ഓഡ് സെലക്ട് ചെയ്യുന്നതാണോ ഈവൻ സെലക്ട് ചെയ്യുന്നതാണോ നല്ലത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ എല്ലാവരുടെയും ഓരോ കയ്യിലും 5 ഫിംഗേഴ്സ് വീതമാണ് ഉള്ളത്. സോ പ്ലെയർ 1 ഫിംഗർ ഉയർത്താം, അല്ലെങ്കിൽ 2 ഫിംഗേഴ്സ് ഉയർത്താം, 3 ഫിംഗേഴ്സ് ഉയർത്താം, അല്ലെങ്കിൽ 4 ഫിംഗേഴ്സ് ഉയർത്താം, അല്ലെങ്കിൽ 5 ഫിംഗേഴ്സും ഉയർത്താം. അതേപോലെ പ്ലെയർ 2വിനും 1 ഫിംഗർ ഉയർത്താം, 2 ഫിംഗേഴ്സ് ഉയർത്താം, അല്ലെങ്കിൽ 3 ഫിംഗേഴ്സ് ഉയർത്താം, 4 ഫിംഗേഴ്സ് ഉയർത്താം, അല്ലെങ്കിൽ 5 ഫിംഗേഴ്സും ഉയർത്താം. പ്ലെയർ 1 ഫിംഗറും പ്ലെയർ 2 1 ഫിംഗർ ഉയർത്തുമ്പോൾ പോസിബിൾ സം എന്ന് പറയുന്നത് 1 + 1 ദാറ്റ് ഈസ് 2. പ്ലെയർ 1 ഫിംഗറും പ്ലെയർ 2 ഫിംഗേഴ്സ് ഉയർത്തുമ്പോൾ പോസിബിൾ സം എന്ന് പറയുന്നത് 1 + 2 ദാറ്റ് ഈസ് 3. പ്ലെയർ 1 ഫിംഗറും പ്ലെയർ 2 3 ഫിംഗേഴ്സ് ഉയർത്തുമ്പോൾ പോസിബിൾ സമ്മ് പറയുന്നത് 1 + 3 ദാറ്റ് ഈസ് 4. അങ്ങനെ മറ്റ് പോസിബിൾ സംസ് എന്ന് പറയുന്നത് 1 + 4 ദാറ്റ് ഈസ് 5, 1 + 5 ഈസ് ഈക്വൽ ടു 6, 2 + 1 ഈസ് ഈക്വൽ ടു 3, 2 + 2 ഈസ് ഈക്വൽ ടു 4, 2 + 3 ഈസ് ഈക്വൽ ടു 5, 2 + 4 ഈസ് ഈക്വൽ ടു 6, 2 + 5 ഈസ് ഈക്വൽ ടു 7, 3 + 1 ഈസ് ഈക്വൽ ടു 4, 3 + 2 ഈസ് ഈക്വൽ ടു 5, 3 + 3 is equal to 6, 3 + 4 is equal to 7, 3 + 5 is equal to 8, 4 + 1 is equal to 5, 4 + 2 is equal to 6, 4 + 3 is equal to 7, 4 + 4 is equal to 8, 4 + 5 is equal to 9.
5 plus 1 is equal to 6, 5 plus 2 is equal to 7, 5 plus 3 is equal to 8, 5 plus 4 is equal to 9, 5 plus 5 is equal to 10. So, total number of possible sums is equal to 25. ഇതിൽ ഓഡ് ആയിട്ടുള്ള സംസ് ഉള്ളത് 3, 5, 3, 5, 7, 5, 7, 5, 7, 9, 7, 9. So, number of odd sums is equal to 12. Probability of sum being odd is equal to number of sums being odd divided by total number of sums. That is 12 by 25. That is 0.48. ഇനി ഇതിലെ ഈവൻ ആയിട്ടുള്ള സംസ് എന്ന് പറയുന്നത് 2, 4, 6, 4, 6, 4, 6, 8, 6, 8, 6, 8, 10 ആണ്. സോ നമ്പർ ഓഫ് സംസ് ബീയിങ് ഈവൻ ഇസ് ഈക്വൽ ടു 13. സോ probability of sum being even is equal to number of sums being even divided by total number of sums. That is 13 by 25. That is 0.52. So, probability of sum being even is more than probability of sum being odd. അതായത് പ്ലെയേഴ്സ് ഓരോ കയ്യിലെയും ഫിംഗേഴ്സ് ഉയർത്തുമ്പോൾ ഫിംഗേഴ്സിൻ്റെ സമ്മ് ഈവൻ ആവാനുള്ള ചാൻസാണ് കൂടുതൽ. അതായത് ഈവൻ സെലക്ട് ചെയ്യുന്ന ആൾ ജയിക്കാനാണ് കൂടുതൽ ചാൻസ്. സോ ചൂസിങ് ഈവൻ അറ്റ് ബിഗിനിങ് ഈസ് ബെറ്റർ ചോയ്സ്.